ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫിസിക്സ് കീം ഫിസിക്സിലുള്ള PYQ സെറ്റ് 8ാമത്തെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 7 സെറ്റോളം ഡിസ്കസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്കൊരു 10 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, first one, the electric field intensity due to an ideal dipole at a distance r from its center on the axial point is directly proportional to. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഒരു ഐഡിയൽ ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അതിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ E ആണ് റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r³. എന്തിനാണ്? 1/r³ ഡിസ്റ്റൻസിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഡിസ്റ്റൻസിന്റെ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ഡ്യൂ ടു an ഐഡിയൽ ഡൈപോൾ, അതിനുള്ള ഒരു ഇക്വേഷൻ എന്താണ്? E is equal to 1/4πε0 into 2p/r³ ആണ് അല്ലെ. അതിൽ p എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡൈപോൾ മൊമെന്റ് ആണ്. ദെൻ 4πε0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്, ഫ്രീ സ്പേസിൽ ഉണ്ടാവുന്ന പെർമിറ്റിവിറ്റി ആണ് ε0 എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്ന r ആണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ് ആ ഒരു ആക്സിയൽ പോയിന്റിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Two spheres A and B having respective charges 6c and 12c be placed at a distance d repel each other by a force F. രണ്ട് ചാർജുകൾ 6ഉം അതുപോലെ തന്നെ 12c ആണ് രണ്ട് ചാർജുകൾ. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ്? F എന്ന് പറഞ്ഞ ഒരു ഫോഴ്സിൽ അവർ തമ്മിൽ റിപ്പൽ ആകുന്നുണ്ട്. The charge given to sphere A to reverse the force as -F is. ഓക്കെ, അപ്പൊ എയിലേക്ക് കൊടുക്കുന്ന, എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് സ്പിയറുകളാണ് നമ്മൾ പറഞ്ഞു. എയിലേക്ക് കൊടുക്കുന്ന ചാർജ് എന്തായിരിക്കണം? എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഫോഴ്സ് എഫിനെ -F എന്നുള്ള രീതിയിൽ റിവേഴ്സ് ചെയ്യുന്നതിന് ആവശ്യമായി നമുക്ക് ആ ഒരു സ്പിയർ എയിലേക്ക് കൊടുക്കേണ്ട ചാർജ് എത്രത്തോളം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ ബി 12-12c ആണ് നമ്മൾ എ എന്ന സ്പിയറിലേക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം രണ്ട് ചാർജുകൾ 6ഉം 12ഉം ആണെന്ന് തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സിന്റെ F is equal to K into Q1 Q2/d² ആണ്. അപ്പൊ ആ ഒരു ഫോഴ്സിനെ -F ആക്കി റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആ സൈൻ, Q1ന്റെ സൈൻ എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? Q' എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ്. സോ -F is equal to K into Q1'Q2/d² ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഫോഴ്സിനെ -F ആക്കണം അല്ലെ. സോ അപ്പൊ Q1 എന്ന് പറയുന്നത് എങ്ങനെയാണ്? -Q1 ആക്കിയാലാണ് നമുക്ക് ഫോഴ്സ് -F ഉണ്ടാവുള്ളൂ അല്ലെ. സോ Q' is equal to -Q ആണ്. അപ്പൊ പുതിയ ചാർജ് എങ്ങനെ വരും? Q' is equal to Q1' എന്ന് പറയുന്നത് -QC ആണ്, അല്ലെങ്കിൽ -6c ആണ് അല്ലെ. 6c എന്ന് പറയുന്നതാണ് Q1 എന്ന് പറയുന്നത്. അതിനെ ഞാൻ റിവേഴ്സ് ആക്കണം. സോ -6 ആണ് വരുന്നത്. സോ ദ റിവേഴ്സ് ഫോഴ്സ് ആഡഡ് എ ചാർജ് Q added to the sphere. അതായത് നമ്മൾ A എന്ന് പറയുന്ന സ്പിയറിലേക്ക് ഒരു പർട്ടിക്കുലർ ചാർജ് ആഡ് ചെയ്താലാണ് F എന്ന് പറയുന്ന ഫോഴ്സ് എനിക്ക് -F ആയിട്ട് മാറുകയുള്ളൂ അല്ലെ. അതാണ് ഇപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് അറിയാം, ഫോഴ്സ് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന സ്പിയറിൽ വരുന്ന ഫോഴ്സ് 6c ആണ്. ഇതിന്റെ കൂടെ -F ആക്കണമെങ്കിൽ നമ്മൾ -6c കൊടുക്കണം. അതേപോലെ തന്നെ എന്താണ് നമുക്ക് വരുന്നത് നോക്കൂ, അതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പൊ Q1' എന്ന് പറയുന്നത് എങ്ങനെയാണ്? Q1 + Q ആഡഡ് ആണ് അല്ലെ. -6 എന്ന് പറയുന്നതാണ് പുതിയ ചാർജ്. അതെന്ന് പറയുന്നത് Q1ന്റെ കൂടെ സംതിങ് ആഡ് ചെയ്തിരിക്കുന്നതാണ്, കുറച്ച് ചാർജുകൾ അതിലേക്ക് ആഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ്. അപ്പോ എന്താണ് നോക്കൂ, Q1 + Q ആഡഡ് ആണ്. Q ആഡഡ് ആവുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഈ 6 ഇപ്പുറത്തേക്ക് വരും അല്ലെ. സോ -12c ആണ് വേണ്ടത്. സോറി, അപ്പൊ -12c ആഡ് ചെയ്താലാണ് F എന്ന് പറയുന്ന ഈ ഫോഴ്സ് -F ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെ. സോ അപ്പൊ -12c ആണ് നമ്മൾ A എന്ന് പറയുന്ന സ്പിയറിൽ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The work done by a source is in taking a unit charge from lower to the higher potential energy is called. The sources എന്താണ് പറയുന്നത്? ഒരു സോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്തിനാണ്?
ഒരു യൂണിറ്റ് ചാർജിനെ ലോവറിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായി ചെയ്യുന്ന ആ ഒരു വർക്ക് ഡണിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എനർജി പ്രൊവൈഡ് ചെയ്യാണ്, ഒരു യൂണിറ്റ് ചാർജ് എനർജി പ്രൊവൈഡ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ചാർജിനെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ മുഴുവനായിട്ട് ചാർജ് മൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട്. അപ്പൊ ഒരു സോഴ്സ് ഒരു ചാർജിനെ ലോവറിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യുകയാണ്, അതിന് കൊടുക്കുന്നതിനെയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പറയുന്നതാണ് സോഴ്സിന്റെ EMF എന്ന്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, if a charged particle enters a uniform magnetic field B with a velocity v and such that v has a component along B, then the charged particles describes ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബിയിലേക്ക് എൻ്റർ ആവുകയാണ്. ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് v എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വിയിൽ ഉണ്ടാകുന്ന കോമ്പണന്റ് എന്ന് പറയുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ എലോങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാകുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഇറ്റ് ഷുഡ് ബി ഇൻ ആൻ ഹെലിക്കൽ പാത്ത്, അല്ലെ? ഒരു ഹെലിക്കൽ പാത്തിലായിരിക്കും ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ വരുന്നത് എന്താണ്? ഒരു ഹെലിക്കൽ പാത്തിലൂടെയാണ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ആകുന്നത്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബിയിലേക്ക് വെലോസിറ്റി വിയോട് കൂടി എൻ്റർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി, ആ ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ വെലോസിറ്റിക്ക് ഒരു കോമ്പണന്റ് ഉള്ളത് ആ മാഗ്നറ്റിക് ഫീൽഡിന് എലോങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ കോമ്പണന്റ് ആണ് ആ പാർട്ടിക്കിളിനെ ആ ഒരു ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ പെർപെൻഡിക്കുലർ കോമ്പണന്റ് അത് ചെയ്യുന്നത് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ട്, അതായത് ഇതൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് വരുന്നത്, അല്ലെ? ആ ഒരു മൂവ് അലോങ് ദ ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് പാർട്ടിക്കിൾ ആ ഒരു ഫീൽഡിലൂടെ മൂവ് ചെയ്യുകയും അതേപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ കോമ്പണന്റ് ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ മോഷൻ അലോങ് ദ ഫീൽഡും വരുന്നുണ്ട്, അതേപോലെ തന്നെ സർക്കുലർ മോഷൻ പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡും, അല്ലെ? ലീനിയർ ആയിട്ടും വരുന്നുണ്ട്, ഒരു പെർപെൻഡിക്കുലർ മോഷനും വരുന്നുണ്ട്. ഇതിന് രണ്ടിന്റെയും കൂടി റിസൾട്ട് ആണ് നമുക്ക് പറയുന്ന ഹെലിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഹെലിക്കൽ പാത്തിലൂടെയാണ്. അതായത് ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് എലോങ് ആണെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് ഒരു ഹെലിക്കൽ പാത്ത് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, two straight long parallel wires carrying equal amount of current in opposite direction placed at 5 cm apart are repel each other by a force F. ഒരു രണ്ട് സ്ട്രെയിറ്റ് ലോങ് പാരലൽ വയേഴ്സിന്റെ ഈക്വൽ എമൗണ്ട് ഓഫ് കറന്റ് ആണ് ഉള്ളത്, പക്ഷെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. എന്നാൽ അവരൊരു ഫോഴ്സ് F എന്ന് പറയുന്ന ഫോഴ്സിൽ രണ്ടും റിപ്പൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഒരെണ്ണത്തിന്റെ ഒരു വയറിന്റെ കറന്റ് എന്ന് പറയുന്നത് ഞാൻ ഡബിൾ ആകുകയും റിവേഴ്സ് ചെയ്യുകയുമാണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്തായിട്ടാണ് മാറുന്നത്? അല്ലെ, ഇപ്പൊ ഓൾറെഡി റിപ്പൽസീവ് ഫോഴ്സ് ആണ്, ആ ഫോഴ്സ് ഞാൻ റിവേഴ്സ് ആക്കുകയാണെങ്കിൽ നമുക്ക് എന്താകും? ദാറ്റ് ഷുഡ് ബി ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അല്ലെ? അപ്പൊ കറന്റ് ആണ് നമ്മൾ ഡബിൾ ചെയ്യുന്നത്. സോ വാട്ട് അബൌട്ട് ദ ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഹിയർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 2F ആകും. ഫോഴ്സ് എന്ന് പറയുന്നത് ഡബിൾ ആവുകയും ആൻഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് നമുക്ക് അവർ തമ്മിൽ വരുന്നത്. നോക്കാം, നമുക്കറിയാം രണ്ട് പാരലൽ വയേഴ്സ് ക്യാരി ചെയ്യുന്ന കറന്റുകൾ I1 I2 ആണെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സിനുള്ള ഒരു ഇക്വേഷൻ എന്താണ് വരുന്നത്? F is equal to mu0 I1 I2 by 2 pi d ആണ് വരുന്നത്, അല്ലെ? mu0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിബിലിറ്റി ആണ്, ഫ്രീ സ്പേസിൽ വരുന്ന പെർമിബിലിറ്റി ആണ് mu0 എന്ന് പറയുന്നത്. d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, രണ്ട് വയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരു ഇനിഷ്യൽ കറന്റ് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വരുന്ന ഫോഴ്സ് എന്താണ്? റിപ്പൽസീവ് ഫോഴ്സും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് F എന്നുള്ള ഒരു ലെറ്ററിലാണ്. ഓക്കെ, അപ്പൊ കറന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഡബിൾ ചെയ്യുകയും ആ കറന്റ് ആ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്യുകയും വേണം. അപ്പൊ രണ്ട് പുതിയ കറന്റ് എങ്ങനെയാണ് വരുന്നത്? I1 ഉം -2I2 ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്, അല്ലെ? കാരണം കറന്റ് എന്ന് പറയുന്നത് ഡബിൾ ആക്കുകയും റിവേഴ്സ് ചെയ്യുകയും വേണം. സോ -I2 ആണ് നമുക്ക് കിട്ടുന്നത്. സോ അവർ തമ്മിലുള്ള ഫോഴ്സ് നമുക്ക് ഇപ്പൊ എന്താ വരുന്നത് നമുക്ക് നോക്കാം. F dash is equal to mu0 I1 into
-2i2/2πd ആണ് വരുന്നത് അല്ലെ. i2ന് പകരം -i2 എന്ന് കൊടുത്തു, -2i2 കൊടുത്തു. അപ്പോൾ -2 കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ എനിക്ക് എന്താ വരുന്നത്, നോർമൽ നമ്മളൊക്കെ ആ ഒരു ഫോഴ്സ് എഫിന്റെ ഇക്വേഷൻ ആണ്. സോ -2f ആണ് നമുക്ക് വരുന്നത്. നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഷുഡ് ബി ആൻ അട്രാക്റ്റീവ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ 2f ആൻഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the mutual inductance between a pair of coils A and B placed close to each other depends upon അല്ലെ. ഒരു മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്, അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ട് കോയിലുകൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, വളരെ അടുത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവയുടെ റിലേറ്റീവ് പൊസിഷനെയും അതുപോലെ തന്നെ ഓറിയന്റേഷൻ, എയുടെയും ബിയുടെയും ഓറിയന്റേഷനെയും അവയുടെ റിലേറ്റീവ് പൊസിഷനെയും ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, so the mutual inductance between pair A and B എന്ന് പറയുന്നത് റിലേറ്റീവ് പൊസിഷനെയും ഓറിയന്റേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര എഫക്റ്റീവ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോയിൽ കാരണം മറ്റൊരു കോയിലിലേക്ക് എത്ര എഫക്റ്റീവ് ആയിട്ടാണോ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ആകുന്നത്, അതിനെയാണ്, അതിന്റെ ഒരു മെഷർമെന്റിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് അല്ലെ. അത് അതിന്റെ പൊസിഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഓറിയന്റേഷൻ, എങ്ങനെ ഏത് ഡയറക്ഷനിലാണ് ഓറിയന്റേഷൻ വരുന്നത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസ് വരുന്നത്. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ആൻ LCR resonance circuit at resonant frequency ω0 and quality factor Q is. ഓക്കെ, റെസൊണന്റ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ക്വാളിറ്റി ഫാക്ടറും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ആയിരിക്കുന്നത്? ഇറ്റ് ഈസ് ω0 L/R എന്നുള്ള രീതിയിലാണ് നമുക്ക് വരുന്നത്. ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ. ω0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റെസൊണന്റ് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. L എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻഡക്ടൻസ്, R ഈസ് ദ റെസിസ്റ്റൻസ്. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ്? ഹൗ അണ്ടർ ഡാംപ്ഡ് ദ സർക്യൂട്ട് അല്ലെ, ആ ഒരു റെസൊണൻസ് പീക്ക് അല്ലെങ്കിൽ ആ ഒരു ഷാർപ്നെസ് ഓഫ് ദ റെസൊണന്റ് പീക്കിൽ എന്താണോ നമുക്ക് വരുന്നത് അതിനെയാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ റെസൊണന്റ് LCR സർക്യൂട്ടിൽ, റെസൊണന്റ് സർക്യൂട്ടിൽ അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസിയിൽ ക്വാളിറ്റി ഫാക്ടറിനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ω0 L/R ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the ratio between the magnetic dipole moment of a revolving electron in a circular orbit to its angular momentum അല്ലെ. അവർ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെ തമ്മിൽ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ഒരു റിവോൾവിംഗ് ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും അതേപോലെ തന്നെ അതിന്റെ ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ. E/2m ആണ്. E എന്ന് പറഞ്ഞാൽ ചാർജും m എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോണുമാണ്. സോ E/2m എന്നുള്ള രീതിയിലാണ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് മ്യൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നതിന്. സോ മ്യൂ ഇസ് ഈക്വൽ ടു EVR/2 ആണ്. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? MVR ആണ്. അപ്പൊ അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? μ/L ആണ് അല്ലെ. EVR/2 ആണ് ഡിവൈഡഡ് ബൈ MVR ആണ്. അതിൽ ഈ പറയുന്ന VR ഉം ക്യാൻസൽ ആകും. സോ E/2m ആണ് നമുക്ക് വരുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. If a ray of light passes through a medium, its frequency and wavelength are 4 × 10⁻14 Hz and 450 nanometer. Then the refractive index of the medium. നമുക്ക് തന്നിരിക്കുന്നത് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ എ 1.67 ആണ് നമുക്ക് വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ നമുക്ക് നോക്കാം. ഫ്രീക്വൻസി നമുക്കറിയാം, അതുപോലെ തന്നെ വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താണ്? N is equal to C/V ആണ്. C എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റിന്റെ സ്പീഡ് ആണ്. ദാറ്റ് ഈസ് 3 × 10⁸ m/s ആണ്. V എന്ന് പറയുന്നത് മീഡിയത്തിൽ വരുന്ന വെലോസിറ്റി, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് വരുന്നത് അല്ലെ. വാക്വത്തിലാണ് നമുക്ക് ഈ C എന്ന് പറയുന്നത്, V എന്ന് പറയുന്നത് മീഡിയത്തിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഒരു സ്പീഡ് ഓഫ് ലൈറ്റ് ആ ഒരു മീഡിയത്തിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസിയുടെ ടേംസിൽ V is equal to f lambda ആണ്. നമുക്ക് എഫും ലാംഡയും തന്നിട്ടുണ്ട്. അത് രണ്ടും ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 1.8 × 10⁸ m/s ആണ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര കാൽക്കുലേറ്റ് ചെയ്യാം? C/NV ആണ്. C/V which is equal to C യുടെ വാല്യൂ V യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ്? 1.67. കാരണം ഈ പറയുന്ന 10⁸ m/s രണ്ടും ക്യാൻസൽ ആകും. 3/1.8 ആണ്, which is approximately equal to 1.67 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the electromagnetic waves used in LASIK and cell phones are respectively. ലാസിക് എന്ന് പറയുന്നതിലും സെൽഫോണിലും യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുകൾ ഏതൊക്കെയാണ്?
സോ ഹിയർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ലാസിക് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സർജറി ആണ്. നമ്മൾ കണ്ണുകളിലൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സർജറി ആണ്. കോർണിയയിലൊക്കെ വരുന്ന ചെറിയ ഇഷ്യൂസ് ഒക്കെ ഇതൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ലാസിക് എന്ന് പറഞ്ഞൊരു സർജറി ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാ വയലറ്റ് റേസുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലാസിക് എന്ന് പറഞ്ഞാൽ ലേസർ അസിസ്റ്റഡ് ഇൻ സിറ്റു കെരാട്ടോ മിലീഷ്യസ് എന്നാണ്. അതൊരു അൾട്രാ വയലറ്റ് ലൈറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെസിഫിക്കലി. അതായത് ആ ഒരു എക്സൈമർ ലേസറിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അത് ആ ഒരു കോർണിയയിൽ വരുന്ന റീഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി. സെൽഫോണിൽ നമുക്കറിയാം റേഡിയോ വേവ്സുകളാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Thank you.